ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 3. തിബരിയാസ് കൈസരുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പീലാത്തോസ് യഹൂദ്യ നാട് വാഴുമ്പോൾ ഹെരോദാവ് ഗലീലയിലും അവൻ്റെ സഹോദരനായ ഫിലിപ്പോസ് ഇദൂര്യ ത്രഖോനിത്തി ദേശങ്ങളിലും ലുസാന്യാസ് അബീലേനയിലും ഇടപ്രഭുക്കന്മാരായും ഹന്നാവും കയ്യഫാവും മഹാപുരോഹിതന്മാരായും ഇരിക്കും കാലം സഖര്യാവിൻ്റെ മകനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടായി. അവൻ യോർദാൻ അരികെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത്: കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ, അവൻ്റെ പാത നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നുവരും, എല്ലാ മലയും കുന്നും താഴും. വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും. സകല ജഡവും ദൈവത്തിൻ്റെ രക്ഷയെ കാണും എന്നിങ്ങനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. അവനാൽ സ്നാനമേൽപ്പാൻ വന്ന പുരുഷാരത്തോട് അവൻ പറഞ്ഞത്: സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആർ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. അബ്രാഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. അബ്രാഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. എന്നാൽ ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് പുരുഷാരം അവനോട് ചോദിച്ചു. അതിന് അവൻ: 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണ സാധനങ്ങളുള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ചുങ്കക്കാരും സ്നാനമേൽപ്പാൻ വന്നു. ഗുരു, ഞങ്ങൾ എന്തു ചെയ്യണം എന്നവനോട് ചോദിച്ചു. നിങ്ങളോട് കൽപ്പിച്ചതിലധികം ഒന്നും പിരിക്കരുത് എന്ന് അവൻ പറഞ്ഞു. പടജ്ജനവും അവനോട് ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിച്ചതിന്: ആരെയും ബലാത്കാരം ചെയ്യാതെയും ചതിയായി ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മതി എന്ന് വയ്പിൻ എന്ന് അവരോട് പറഞ്ഞു. ജനം കാത്തുനിന്നു. അവൻ ക്രിസ്തുവോ എന്ന് എല്ലാവരും ഹൃദയത്തിൽ യോഹന്നാനെക്കുറിച്ച് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത്: ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു. അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അവന് വീശുമുറം കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർക്കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. മറ്റു പലതും അവൻ പ്രബോധിപ്പിച്ചുകൊണ്ട് ജനത്തോട് സുവിശേഷം അറിയിച്ചു. എന്നാൽ ഇടപ്രഭുവായ ഹെരോദാവ് സഹോദരന്റെ ഭാര്യ ഹെരോദ്യ നിമിത്തവും ഹെരോദാവ് ചെയ്ത സകല ദോഷങ്ങൾ നിമിത്തവും യോഹന്നാൻ അവനെ ആക്ഷേപിക്കിയാൽ അതെല്ലാം ചെയ്തതുകൂടാതെ അവനെ തടവിലാക്കുകയും ചെയ്തു. ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവുമുണ്ടായി. യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അവൻ യോസേഫിൻ്റെ മകനെന്ന് ജനം വിചാരിച്ചു. യോസേഫ് ഹേലിയുടെ മകൻ, ഹേലി മത്താത്തിൻ്റെ മകൻ, മത്താത്ത് ലേവിയുടെ മകൻ, ലേവി മെൽക്കിയുടെ മകൻ, മെൽക്കി യന്നായിയുടെ മകൻ, യന്നായി യോസേഫിൻ്റെ മകൻ, യോസേഫ് മത്തഥ്യോസിൻ്റെ മകൻ, മത്തഥ്യോസ് ആമോസിൻ്റെ മകൻ, ആമോസ് നാഹൂമിൻ്റെ മകൻ, നാഹൂം എസ്ലിയുടെ മകൻ, എസ്ലി നഗ്ഗായിയുടെ മകൻ, നഗ്ഗായി മയാത്തിൻ്റെ മകൻ, മയാത്ത് മത്തഥ്യോസിൻ്റെ മകൻ, മത്തഥ്യോസ് ശെമയിയുടെ മകൻ, ശെമയി യോസെഫിൻ്റെ മകൻ, യോസെഫ് യോദയുടെ മകൻ, യോദ യോഹന്നാൻ്റെ മകൻ, യോഹന്നാൻ രേസയുടെ മകൻ, രേസ സൊരോബാബേലിൻ്റെ മകൻ, സൊരോബാബേൽ ശലഥിയേലിൻ്റെ മകൻ, ശലഥിയേൽ നേരിയുടെ മകൻ, നേരി മെൽക്കിയുടെ മകൻ, മെൽക്കി
അദ്ദിയുടെ മകൻ, അദ്ദി കോസാമിൻ്റെ മകൻ, കോസാം എൽമാദാമിൻ്റെ മകൻ, എൽമാദാം ഏരിൻ്റെ മകൻ, ഏർ യോശുവിൻ്റെ മകൻ, യോശു ഏലിയേസറിൻ്റെ മകൻ, ഏലിയേസർ യോരീമിൻ്റെ മകൻ, യോരീം മത്താത്തിൻ്റെ മകൻ, മത്താത്ത് ലേവിയുടെ മകൻ, ലേവി ശിമിയോൻ്റെ മകൻ, ശിമിയോൻ യഹൂദായുടെ മകൻ, യഹൂദ യോസേഫിൻ്റെ മകൻ, യോസേഫ് യോനാമിൻ്റെ മകൻ, യോനാം എല്യാക്കീമിൻ്റെ മകൻ, എല്യാക്കീം മെല്യാവിൻ്റെ മകൻ, മെല്യാവ് മെന്നയുടെ മകൻ, മെന്ന മത്തഥയുടെ മകൻ, മത്തഥ നാഥാൻ്റെ മകൻ, നാഥാൻ ദാവീദിൻ്റെ മകൻ, ദാവീദ് ഇശായിയുടെ മകൻ, ഇശായി ഓബേദിൻ്റെ മകൻ, ഓബേദ് ബോവസിൻ്റെ മകൻ, ബോവസ് സൽമോൻ്റെ മകൻ, സൽമോൻ നഹശോൻ്റെ മകൻ, നഹശോൻ അമീനാദാബിൻ്റെ മകൻ, അമീനാദാബ് അരാമിൻ്റെ മകൻ, അരാം എസ്രോൻ്റെ മകൻ, എസ്രോൻ പാരസിൻ്റെ മകൻ, പാരസ് യഹൂദായുടെ മകൻ, യഹൂദ യാക്കോബിൻ്റെ മകൻ, യാക്കോബ് ഇസഹാക്കിൻ്റെ മകൻ, ഇസഹാക്ക് അബ്രഹാമിൻ്റെ മകൻ, അബ്രാഹം തേരഹിൻ്റെ മകൻ, തേരഹ് നാഹോറിൻ്റെ മകൻ, നാഹോർ സെരൂഗിൻ്റെ മകൻ, സെരൂഗ് രഘുവിൻ്റെ മകൻ, രഘു ഫാലഗിൻ്റെ മകൻ, ഫാലഗ് ഏബറിൻ്റെ മകൻ, ഏബർ ശലാമിൻ്റെ മകൻ, ശലാം കൈനാൻ്റെ മകൻ, കൈനാൻ അർഫക്സാദിൻ്റെ മകൻ, അർഫക്സാദ് ഷേമിൻ്റെ മകൻ, ഷേം നോഹയുടെ മകൻ, നോഹ ലാമേക്കിൻ്റെ മകൻ, ലാമേക്ക് മെഥൂശലയുടെ മകൻ, മെഥൂശല ഹാനോക്കിൻ്റെ മകൻ, ഹാനോക്ക് യാരദിൻ്റെ മകൻ, യാരദ് മലല്യേലിൻ്റെ മകൻ, മലല്യേൽ കൈനാൻ്റെ മകൻ, കൈനാൻ എനോശിൻ്റെ മകൻ, എനോശ് ഷേത്തിൻ്റെ മകൻ, ഷേത്ത് ആദാമിൻ്റെ മകൻ, ആദാം ദൈവത്തിൻ്റെ മകൻ.